വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിന് ശേഷമുള്ള സമ്മേളനമായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വി.ഡി. സതീശൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഉടൻ തന്നെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും പിന്നെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നും. അതിൻ്റെ ഇടയ്ക്കൂടെ പ്രതിപക്ഷം ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ഈ ആരോഗ്യ ഇൻഷുറൻസ് വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിന് അതൊരു പ്രശ്നമാവും. അതിനും വി.ഡി. സതീശൻ കൃത്യമായിട്ട് മറുപടിയും നൽകുന്നുണ്ട്. അപ്പം എന്തായാലും ഉടൻ തന്നെ ക്ഷേമ പെൻഷൻ 3000 ആവും. ജനങ്ങൾക്കൊരു ഉപകാരപ്രദമായ ഉമ്മൻചാണ്ടി ഇൻഷുറൻസും ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും അല്ലേ? അതെ, അതായത് ബജറ്റിന് ശേഷം പ്രതിപക്ഷം വല്ലാതെ ആക്രമിച്ചു കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതായത് പ്രതിപക്ഷ നേതാവ് മുതൽ സാധാരണ ഏരിയ കമ്മിറ്റി അംഗം വരെ ഈ ഒരു ബജറ്റ് വെറും പൊള്ളയാണ്, വെറും വാഗ്ദാനങ്ങളാണ്, ഇതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു പ്രസ്താവനകൾ മുഴുവൻ. ഈ ഒരു പ്രസ്താവനകൾ മുഴുവൻ പൊളിച്ചടക്കി 2 മണിക്കൂറിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരു പത്രസമ്മേളനം നടത്തി. ആ ഒരു പത്രസമ്മേളനത്തിൽ ഇവർ ഉന്നയിക്കുന്ന എല്ലാ ആക്ഷേപങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും എല്ലാം വ്യക്തമായ ഉത്തരം നൽകിയിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഇന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പായി പുതിയ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതായത് പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചിരുന്ന ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും, അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപയാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. ഈ പ്രഖ്യാപനങ്ങൾ അത് പാലിക്കാനുള്ളതാണ് എന്ന രീതിയിൽ വ്യക്തമായ രീതിയിൽ അടിവരയിട്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് ഈ ഒരു നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ എതിർക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടാത്ത ഒരവസ്ഥയിലാണ്. അതായത് ബജറ്റിന്മേലുള്ള ചർച്ചയിൽ ഇവർക്ക് പ്രതികൂലിക്കാനുള്ള എല്ലാ പോയിന്റുകളും അല്ലെങ്കിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ ഇന്ന് നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. ഇനി ആകെ പറയാൻ ഇവർക്കുള്ളത് മുട്ടുപോക്ക് ന്യായങ്ങൾ മാത്രമാണ്. ഈ ന്യായങ്ങളെല്ലാം ജനങ്ങളെല്ലാം തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ ഒന്നായിരുന്നല്ലോ നമ്മുടെ ക്ഷേമ പെൻഷൻ 3000 ആക്കണമെന്ന്. നമ്മുടെ LDF സർക്കാർ കാലത്ത് ഇതുണ്ടായിരുന്നു. ആദ്യത്തെ സർക്കാർ വന്നപ്പോൾ 2500 രൂപ ആക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ LDF ഒന്നാം സർക്കാർ തീരാറായപ്പോഴത്തേക്ക് 100 രൂപ വർദ്ധിപ്പിച്ച് 1600 1700 രൂപയാക്കി. പിന്നീട് ഇപ്പം രണ്ടാം സർക്കാർ കയറി പകുതിയായപ്പോഴായിരുന്നു 2000 രൂപയാക്കിയത്. പക്ഷേ അത് വി.ഡി. സതീശൻ അവർക്കിട്ടൊരു കൊട്ട് കൊടുത്ത് പറയുന്നുണ്ട്, അങ്ങനെ ആയിരിക്കില്ല, അതായത് ഉടൻ തന്നെ 3000 രൂപ പ്രാബല്യത്തിൽ വരുമെന്ന്. അപ്പം അത് LDF സർക്കാരിനിട്ടൊരു ചെറിയൊരു പണിയായി പോയില്ലേ? അതെ, അതായത് ഈ ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ അതുപോലുള്ള ആനുകൂല്യങ്ങളെല്ലാം ഗഡുക്കളായി അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തേക്ക് പ്രഖ്യാപിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ഒരു സമയത്ത്. കാരണം ഈ ഒരു വകകളെല്ലാം മാറ്റി ചിലവഴിച്ച് അവരുടേതായിട്ടുള്ള ചിലവുകളിലേക്ക് മാറ്റി കഴിച്ച് അവസാനത്തേക്കുള്ള മിച്ചം വരുന്നത് മാത്രമേ ഇതുപോലുള്ള ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതല്ല, വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടെയാണ് ഈ ഒരു UDF സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ ജൂൺ 25, 26 ആ ഒരു തീയതികളിൽ ക്ഷേമ പെൻഷൻ അർഹതപ്പെട്ടവരുടെ കയ്യിൽ, പ്രധാനമായിട്ടും പറയുന്നുണ്ട്, അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുമെന്ന് വി.ഡി. സതീശൻ പറയുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനർഹരായ ഒരുപാട് പേർ ഈ ക്ഷേമ പെൻഷൻ വാങ്ങിച്ചിരുന്നു. എല്ലാവരും അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല, എങ്കിലും പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ CPM പാർട്ടി അല്ലെങ്കിൽ LDF മുന്നണിക്ക് വേണ്ടി അവർക്ക് താല്പര്യമുള്ള കക്ഷികളെ ഈ ഒരു ക്ഷേമ പെൻഷന്റെ ഉപഭോക്താക്കളായി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ടച്ച് വാർത്ത നടത്തി ക്ഷേമ പെൻഷൻ അർഹരിലേക്ക് മാത്രം എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരിക്കും ഇനി കാണാൻ പോകുന്നത്. അതുപോലെ നമുക്കറിയാം, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ എല്ലാ സമ്പാദ്യവും എല്ലാം അവിടെ തീരുകയാണ്. അപ്പം അതിനുവേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ്. അതിലും പ്രതിപക്ഷം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ഇതൊരു പ്രശ്നമാകും, സർക്കാർ ആശുപത്രിയിൽ ആൾക്കാർ കൂടി വരും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഇവർ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ വി.ഡി. സതീശൻ പറയുന്നുണ്ട്, പ്രൈവറ്റിലും ഗവൺമെൻറ്റിലും ഒരുപോലെ ഉപയോഗപ്പെടുന്ന രീതിയിലായിരിക്കും ഈ ഇൻഷുറൻസ് എന്ന്. അപ്പം ഓരോ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പൊക്കി കൊണ്ടുവരികയാണ് ഇവരല്ലേ. സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ആവശ്യമായ ഇൻഷുറൻസ് കവറേജ് ഉള്ള നിരവധി പേരുണ്ട്. ഇപ്പോൾ ഏറ്റവും താഴെ, അതായത് നിസ്സഹായരായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ഉതകുന്ന രീതിയിലായിരിക്കും ഈ ഒരു പുതിയ സർക്കാരിൻ്റെ ചികിത്സാ സഹായ നിധി. അത് ഒരു കാരണവശാലും ഈ ഒരു അനർഹപ്പെട്ടവർക്ക് എത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുമെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു സർക്കാർ പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിലൂടെ എങ്ങനെ ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ മേഖല ലാഭം കൊയ്യുമെന്ന് ഈ പ്രതിപക്ഷത്തിന് പോലും ഉത്തരമില്ല. ഇതെങ്ങനെയാണ് ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർക്ക്
ഈ ഒരു പദ്ധതി തിരിച്ചു മറിക്കുന്നതെന്ന് ഈ ഒരു വാദം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് പോലും ഇല്ലാത്ത സ്ഥിതിക്ക് അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി വി.ഡി. സതീശൻ ആ ഒരു സംശയത്തിന് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം ജനങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി മാത്രമേ എപ്പോഴും ഈ ഒരു പ്രതിപക്ഷം ശ്രമിച്ചിട്ടുള്ളൂ. ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം പിന്നിട്ട സർക്കാരിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കണം എന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഈ ഒരു പ്രതിപക്ഷത്തിലുള്ള എല്ലാവരും നടത്തിയിട്ടുള്ളത്. പക്ഷേ അവരുടെ ആ ഒരു ജൽപ്പനങ്ങളൊന്നും ഇപ്പോൾ ജനങ്ങൾ കേൾക്കുന്നില്ല. അതിനെല്ലാം വ്യക്തമായ ക്ലാരിറ്റി വി.ഡി. സതീശൻ ഉണ്ടെന്നുള്ളതാണ് സത്യം. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത് മദ്യനികുതിയുടെ കുറച്ചതിൻ്റെ പേരിലായിരിക്കും. അപ്പം അതിന് ഇന്ന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടുമായിരിക്കും അല്ലേ? മദ്യവിമുക്തമായ കേരളം പ്രഖ്യാപിച്ചാണ് കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിൽ വന്നത്. അതുപോലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഈ UDF സർക്കാർ പറഞ്ഞിരുന്നില്ല. അതായത് മദ്യത്തിന്റെ ഉപയോഗം പൂർണ്ണമായും നിർത്തി കേരളത്തെ മദ്യവിമുക്ത സംസ്ഥാനമാക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തും, അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് ഈ ഒരു സർക്കാർ ആ ഒരു പ്രചരണ പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇപ്പം അതിന്മേലുള്ള ചർച്ചകൾ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രി M. ലിജുവും തമ്മിലുള്ള ആ ചർച്ചകൾ പല കോണിലുള്ള വിദഗ്ധരുമായിട്ട് ചർച്ച നടത്തി വരുന്നുണ്ട്. ആ ഒരു ചർച്ചകൾ നടക്കാനിരിക്കെ ഈ ഒരു ജനങ്ങളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുക എന്നുള്ളത് BJPയുടെയും അതുപോലെ ഈ പ്രതിപക്ഷ പാർട്ടിയുടെയും ഏറ്റവും വലിയ അജണ്ടയാണ്. ആ അജണ്ടകളെല്ലാം കാറ്റിൽ പറത്തി ഉടൻ തന്നെ ഒരു നല്ല തീരുമാനം ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. പിന്നീട് ഇപ്പം പ്രശ്നമുള്ളത്, അതായത് നമ്മുടെ സർക്കാർ വന്നതിന് ശേഷം ആദ്യത്തെ പദ്ധതിയാണല്ലോ പ്രിയദർശിനി പദ്ധതി. അതിനെതിരെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കുറേ പേര് അതിനെതിരെ, അതായത് ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ആക്കി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ പദ്ധതി വന്നത് ആർക്കും ഇഷ്ടപ്പെടാതെ ഇതിനെ എങ്ങനെയെങ്കിലും തകർക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതും ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇടതുപക്ഷത്തിന് വേണ്ടി ഓവർ ടൈം പണിയെടുക്കുന്ന ചാനലുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു കൊട്ടേഷൻ പിടിച്ച് സംസാരിക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരു പ്രിയദർശിനി പദ്ധതി ഭാഗമാകാത്ത ചുരുക്കമാണ്. അതായത് ഈ ഒരു പദ്ധതിയുടെ ഗുണം അനുഭവിച്ചിട്ടുള്ളവർ തന്നെ മറുവശത്തിരുന്ന് ഈ ഒരു പദ്ധതിയെ കുറ്റം പറയുന്നുണ്ട്. ഈ കുറ്റം പറയുന്നവർ അറിയുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം മറ്റ് സംസ്ഥാനത്തേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ വിജയമാവാൻ പോകുന്നത് കേരളത്തിലാണെന്ന്. ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു സൗജന്യ യാത്ര, അതും സ്ത്രീകൾക്ക് വരുന്നത്. അത് പടിപടിയായി, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ആ ഒരു വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. അത് ആ വിജയത്തിലേക്ക് എത്തുന്നത് വരെ ഇതുപോലുള്ള ഓരോ പൊള്ള വാക്കുകളും നമുക്ക് കേൾക്കേണ്ടി വരും. അതെല്ലാം ചെവിക്കൊള്ളാതെ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് UDF സർക്കാർ എന്ന നിലയിൽ അവർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഈ 3000 രൂപയുടെ ക്ഷേമ പെൻഷനും ഈ ഉമ്മൻചാണ്ടി ഇൻഷുറൻസും ഒക്കെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ സർക്കാരിൻ്റെ ഒരു സ്നേഹം കുറച്ചുകൂടെ കൂടുമല്ലേ? അതെ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഒരു കാരണവശാലും ഒരു UDF നേതാവ് പോലും ക്ഷേമ പെൻഷൻ വാങ്ങി ഇങ്ങനെ നക്കിയില്ലേ എന്നുള്ള രീതിയിലുള്ള MM മണിയുടെ പ്രസ്താവന പറയില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. കാരണം അത്രയ്ക്കേറെ ജനകീയതയുള്ള സർക്കാരാണ് ഇപ്പോൾ നിലവിൽ കയറിയിരിക്കുന്നത്. ഈ 10 വർഷം അല്ലെങ്കിൽ 10 വർഷം കേരളത്തെ അമേരിക്കയേക്കാൾ വലിയ രീതിയിൽ വികസിപ്പിക്കുമെന്ന് പറഞ്ഞവർ കേരളത്തിലെ ഏറ്റവും വലിയ കടക്കണിയുള്ള സംസ്ഥാനമാക്കി മാറ്റിയിട്ടാണ് ഇറങ്ങിപ്പോയത്. അതിന്റെ ബാധ്യതകളും ഇപ്പോൾ ഈ ഒരു സംസ്ഥാന സർക്കാരിനുണ്ട്. ഒരേ സമയം സംസ്ഥാന സർക്കാരിനെ ഒരു വികസന സംസ്ഥാനത്തിലേക്ക് എത്തിക്കുക, അതേസമയം കടക്കണിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള 2 ദൗത്യമാണ് ഇപ്പോൾ ഈ ഒരു UDF സർക്കാരിനോടുള്ളത്. അത് എല്ലാം പെട്ടെന്ന് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാക്കാൻ പറ്റും എന്നുള്ളൊരു വാക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അത് നടക്കും. 5 വർഷത്തിനുള്ളിൽ ഈ ഒരു 10 വർഷമുണ്ടായ ആ ഒരു ആ കറകളെല്ലാം നീക്കി കേരളത്തിലെ അത്യാവശ്യം ഒരു എന്താ പറയുക യുവജനങ്ങൾക്കും വയോധികർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഒരു സമാധാനപരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയും എന്നൊരു ഉറപ്പുണ്ട്.